അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. ഏത് കാര്യം നടക്കണമെങ്കിലും പടച്ച റബ്ബിന്റെ ഉത്തരവ് വേണം. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി എറിയപ്പെട്ട തീ, അതിനെ പടച്ച റബ്ബ് അതാ തീയിൽ നിന്ന് അപ്പോൾ ഉദ്ദേശിക്കുന്നത് കരിക്കലല്ല, സംരക്ഷണം നൽകലാണ്. അല്ലാഹു ഉദ്ദേശിച്ചതിനെതിരെ ഇവിടെ തീക്ക് അധികാരമുണ്ടോ? തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് തീക്കുണ്ടാരം പട്ടുമെത്തയാണ് കേട്ടോ. അതാ വസ്ത്രം കത്തുന്നില്ല, രോമം കരിയുന്നില്ല, തോലി അതാ കത്തുന്നില്ല, തീ പൊള്ളുന്നില്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ തീയിന്റെ ഉള്ളിൽ വെച്ച് നോക്കുന്നു, ഖിബില എങ്ങോട്ടാണ്? എനിക്ക് ഈ തീയിന്റെ ഉള്ളിൽ നിന്ന് എന്റെ രാജാവിനൊരു 2 റക്അത്ത് നിസ്കരിക്കണം. എന്റെ റബ്ബുമായുള്ള സംഭാഷണം തീക്കുണ്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്തണം. എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ മഹത്വം ഞാൻ കള്ളപ്രവാചകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ നേതാവിനെ പോലെ അവനും ആണെന്ന് പറയാൻ എന്നോട് നിർബന്ധിച്ചപ്പോൾ ഞാൻ അതിന് തുനിഞ്ഞില്ല. ഞാൻ എന്റെ റബ്ബിന്റെ മേൽ തവക്കുലാക്കി, ഞാൻ സത്യമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ അവൻ എന്നെ തീക്കുണ്ടാരത്തിൽ എറിയുമ്പോ ഞാൻ ഭീരുവായില്ല, ഞാൻ പേടിച്ച് വിറച്ചില്ല. അല്ലാഹു ഉദ്ദേശിച്ചത് നടക്കുമെന്ന നിലക്ക് ഞാൻ റബ്ബിന്റെ മേൽ തവക്കുലാക്കി നിന്നു. തീയിലെത്തി നോക്കുമ്പോൾ എന്റെ വസ്ത്രം കരിയുന്നില്ല, എന്റെ രോമം കത്തുന്നില്ല. ആ റബ്ബിന് 2 റക്അത്ത് സുജൂദ്, 2 റക്അത്ത് നിസ്കരിക്കുകയല്ലേ വേണ്ടത്? തീക്കുണ്ടാരത്തിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. ആ തീക്കുണ്ടാരത്തിൽ നിന്ന് അത്ഭുതകരമായി ഇറങ്ങി അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ, ഇനി എന്റെ നേതാവിനെ ഒന്ന് സിയാറത്ത് ചെയ്യണം. അതിന് മദീനയിലേക്ക് തന്നെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് മദീനയിലേക്ക് വന്നു. മദീന പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ദൂരെ നിന്ന് നോക്കുന്നു. ആരാണത്? സാധാരണ കാണാത്ത ഒരു വ്യക്തി. നിസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്ത് എന്ന് പരിചയപ്പെടുന്നു. മഹാനവർകൾ അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് ഒരു സ്വീകരണം ഏർപ്പെടുത്തുന്നു. ആ സ്വീകരണത്തിലാ പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബിൽ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചെയ്തതുപോലെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്ന ഒരു മഹാൻ. ആ മഹാനെ കാണുന്നത് വരെ എന്റെ ആയുസ് നീട്ടിയിട്ട് തന്ന പടച്ചവന് സർവസ്തുതിയും തന്നെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. വേദം കിട്ടി മയം കിട്ടി 2 സംഭാവന കൊടുക്കണം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 ലക്ഷം ഉറുപ്പിക ഈ സ്ഥാപനത്തിന് വേണ്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു, ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ എന്ന് എൻ്റെ സ്നേഹിതൻ നൂരകം സഖാഫി പറഞ്ഞു. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ അള്ളാഹു തരുന്നതിൽ പരമാവധി കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഈ ബക്കറ്റ് പിരിവ് തന്നെ ചെലവിൻ്റെ പൈസ കിട്ടിയാൽ തന്നെ അല്ലാത്തോടാണ്. അതുകൊണ്ട് ബക്കറ്റിലും നല്ല സംഖ്യ കൊടുക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, പാരത്രിക ലോകമാണ് സ്വദേശം.
ഈ ഭൗതികമായ ലോകം സ്വദേശമല്ല, വിദേശമാണ്. യാത്രാ വഴിയിലുള്ള വിദേശത്തിലൂടെയുള്ള നീ കടന്നുപോകലാണിത്. ഇത് മനസ്സിന്റെ അടിത്തട്ടിലും ഉറപ്പിച്ചപ്പോൾ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു തീയിലെറിയപ്പെടുമ്പോൾ ഒരു പ്രശ്നവും തോന്നിയില്ല. ആദ്യം അത് ഉറപ്പിക്കണം. അതുറപ്പിച്ചവന് സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അത് മനസ്സിൽ ഉറപ്പിച്ചവന് കള്ളുകുടിയനാകാൻ സാധ്യമല്ല. പാരത്രിക ലോകത്തെ കുറിച്ച് ഉറപ്പിച്ചവന് എത്ര ലാഭം കിട്ടിയാലും പലിശ വാങ്ങാൻ സാധ്യമല്ല. പാരത്രിക ലോകത്തെ കുറിച്ച് ഉറപ്പിച്ചവർക്ക് വ്യഭിചാര കുറ്റത്തിന് മുതിരാൻ ധൈര്യം വരില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, പാരത്രിക ലോകം ഉറപ്പിച്ചവന് കള്ളം പറയാൻ ധൈര്യം വരില്ല, വഞ്ചിക്കാൻ ധൈര്യം വരില്ല, ആലിമീങ്ങളെ ചീത്ത പറയാൻ ധൈര്യം വരില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താൻ ധൈര്യം വരില്ല, ഔലിയാക്കളെ കാഫിറാക്കാൻ ധൈര്യം വരില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താൻ ധൈര്യം വരില്ല. പാരത്രിക ലോകത്ത് അചഞ്ചലമായ വിശ്വാസം പാരത്രിക ലോകത്തെ കുറിച്ച് വേണം. ആ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായാൽ മനുഷ്യൻ സൽക്കർമ്മിയാകാനൊരുങ്ങുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. നമുക്കെല്ലാവർക്കുമുള്ളതാണ് മരണം. അത് സ്വദേശത്തേക്കുള്ള യാത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹ്. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് വല്ലവനും താല്പര്യമുണ്ടെങ്കിൽ അവനെ കാണാൻ അള്ളയും താല്പര്യമുള്ളവൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ ഇടുങ്ങിയ ജീവിതമുള്ള ദുന്യാവിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഇവിടെ താമസിക്കുന്നു. ദുബായിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് ദുബായിൽ കൂടണം എന്ന ആഗ്രഹം ഇല്ല. അവന്റെ ആഗ്രഹം നാട്ടിൽ വന്ന് കൂടണമെന്നാണ്. പക്ഷേ ദുബായിലേക്ക് പോകുന്നു അവൻ. അവിടെ എത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോ കഫീൽ വിളിച്ചിട്ട് നിന്നെ ഞാൻ ഇതാ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുകയാണെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് വേദനിക്കുന്നു. വാസ്തവത്തിൽ അവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ളത് നാട്ടിൽ ജീവിക്കണമെന്നാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ദുബായിൽ പോയി ഒരാഴ്ച കഴിയുമ്പോ കേറണം നാട്ടിലേക്ക് എന്ന് പറയുമ്പോ അവന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് വിളിക്കുന്നു, ഉസ്താദേ ദ്വാരക്കണം. തങ്ങന്മാരെ വിളിച്ച് ദ്വാരക്കാൻ പറയുന്നു, ബാപ്പനോട് ദ്വാരക്കാൻ പറയുന്നു, ഉമ്മാനോട് ദ്വാരക്കാൻ പറയുന്നു, എല്ലാരോടും ദ്വാരക്കാൻ പറയുന്നു. അടുത്തന്നെ വിളിച്ചു പറഞ്ഞൊരാള് വലിയ സങ്കടം പറഞ്ഞു. സിറാജുല്ലതിലേക്ക് നേർച്ച ചെയ്തിട്ട് പ്രത്യേകം വിളിച്ചു പറഞ്ഞു, അല്ലാഹു തആല അങ്ങനത്തെ വിഷമമുള്ളവരെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുബായി പോയിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമോ? അവന്റെ മനസ്സിലുള്ള എന്താണ്? ഭാര്യ മക്കളോടുകൂടെ സന്താനം കൂടെ നാട്ടിൽ താമസിക്കണമെന്നാ. പക്ഷേ ദുബായി പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പോകണമെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിന് വിഷമാണ്. അങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്നാണ്. നിൽക്കുന്നത് എന്തിനാ? പോകാൻ വേണ്ടിയാണ്. നിൽക്കുന്നത് പോകാൻ വേണ്ടിയാണ്. എനിക്ക് നാട്ടിൽ പോയി കൂടണമെന്നാണ് മനസ്സിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ കുറേ ദിവസം ദുബായിൽ നിൽക്കണമെന്നാണ്. എന്തിനാ നിൽക്കുന്നത്? പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ ദീർഘായുസ്സിനെ ആഗ്രഹിക്കണം. അതെന്തിനാ? ഇവിടെ കൂടാനല്ല, പോകുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഒരുങ്ങാൻ വേണ്ടി. ഒരാഴ്ച കഴിയുമ്പോ തന്നെ ദുബായിൽ നിന്ന് പോയിക്കോ തന്നിങ്ങ് പോന്നാൽ പിന്നെ നമ്മൾ വിദേശത്ത് പോയത് എന്തിനാണ്? നാട്ടിലേക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. ഇതുപോലെ ആയിക്കൂടാ. ഖൈറുക്കും മൻ താല ഉമറുഹു വഹസുന അമലുഹു. നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായവർ ദീർഘായുസ് കിട്ടുകയും സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് കിട്ടുകയും ചെയ്തവരാണ്. അപ്പൊ നമുക്കൊക്കെ ദീർഘായുസ് വേണം, ദീർഘായുസ് വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ?
ഇവിടെ വെച്ച് പെട്ടെന്ന് നമ്മളെ വിസ ക്യാൻസലാക്കി അങ്ങ് പറഞ്ഞേച്ചാൽ നമ്മക്ക് നമ്മളെ സ്വദേശത്തേക്ക് സമ്പാദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ എത്ര കൊല്ലം കൂടുതൽ നിൽക്കാൻ സാധിച്ചോ അത്രയും കൊല്ലം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടണം. ഡ്യൂട്ടി ടൈം കൂടുതൽ കിട്ടാൻ ദീർഘായുസ് വേണം. അതുകൊണ്ട് ഇവിടെ താമസിക്കണം, ജീവിക്കണമെന്ന് നമ്മൾ ആശിക്കുന്നു, മുസ്ലിമീങ്ങൾ ആശിക്കുന്നു. അതേസമയം മനസ്സിന്റെ അടിത്തട്ടിലുള്ളത് എന്താണ്? എനിക്കെന്റെ സ്വദേശത്ത് സ്വർഗത്തിലേക്ക് എത്തണം, എന്റെ രാജാവിനെ കാണണം, അല്ലാഹുവിനെ കാണണം, എന്റെ നേതാവിനെ കാണണം. ചിന്തയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അതാണ്. എനിക്ക് ഈ ഇടുങ്ങിയ രാജ്യത്ത് നിന്ന്, ഇത് ഭൂമിയാണ്, ഈ ഭൂമി ഇടുങ്ങിയ ലോകമാണ്, നാറുന്ന ലോകമാണ്, ധിക്കാരികളെ ലോകമാണ്, ചമ്മാടികളെ ലോകമാണ്, അതേ നിരീശ്വരവാദികളെ ലോകമാണ്, അല്ലാഹുവിനെ ചീത്ത പറയുന്നവരുടെ ലോകമാണ്, ഔലിയാക്കളെ ചീത്ത പറയുന്നവരുടെ ലോകമാണ്, ഇവിടെ തമ്മാടികളുടെയും അവിശ്വാസികളുടെയും ലോകമാണ്, നാറുന്ന ലോകമാണ്, കൊതുകിന്റെ ശല്യമുള്ള ലോകമാണ്, പാമ്പിന്റെ കടിയുള്ള ലോകമാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്, ഭയപ്പെടുന്ന ലോകമാണ്. ചിലപ്പോൾ കൊടുങ്കാറ്റാണ്, മറ്റു ചിലപ്പോൾ സുനാമിയാണ്, വേറെ ചിലപ്പോൾ വാഹനത്തിന്റെ അപകടമാണ്, വേറെ ചിലപ്പോൾ ഇടിവെട്ടലാണ്, മറ്റു ചിലപ്പോൾ മിന്നറിയലാണ്, മറ്റു ചിലപ്പോൾ കരണ്ട് പിടിക്കലാണ്, വേറെ ചിലപ്പോൾ വീണ് മരിക്കലാണ്, ചിലപ്പോൾ അനാരോഗ്യമാണ്, ചിലപ്പോൾ ജലദോഷമാണ്, മറ്റു ചിലപ്പോൾ ഊരവേദനയാണ്, മറ്റു ചിലപ്പോൾ തലവേദനയാണ്, മറ്റു ചിലപ്പോൾ ക്യാൻസറാണ്, മറ്റു ചിലപ്പോൾ എയ്ഡ്സ് ആണ്, മറ്റു ചിലപ്പോൾ നോക്കിയാൽ വേറെ രോഗമാണ്. സുബ്ഹാനല്ലാഹ്, സമാധാനത്തിന്റെ ലോകമല്ല, സുഖത്തിന്റെ ലോകമല്ല, പ്രശ്നത്തിന്റെ ലോകമാണ്. ഈ പ്രശ്നത്തിന്റെ ലോകത്ത് കൂടി കടന്നു പോകുന്ന ഞാൻ കടന്നു പോകുന്നത് സുഖത്തിന്റെ ലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ്. ആ സമ്പാദ്യത്തിന് ഡ്യൂട്ടി ടൈം കിട്ടണം, അതിനു വേണ്ടി എനിക്ക് ആയുസ് വേണം. പക്ഷേ എന്റെ മനസ്സിലെ ലക്ഷ്യം എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെത്തലാണ്, എന്റെ മുൻകാല നേതാക്കളെ കാണലാണ്, എനിക്ക് എന്റെ എല്ലാം എനിക്ക് തരുന്ന രാജാവിനെ കാണലാണ്. ഈ നിലക്കാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത. അങ്ങനെ അവന്റെ ഡ്യൂട്ടി ടൈം പൂർത്തീകരിച്ച് അവൻ അല്ലാഹുവിനെ കാണണമെന്ന നിലയ്ക്ക് സന്തോഷിച്ച് മരിക്കുകയാണോ? മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. അല്ലാഹു അവനെയും കാണാൻ താല്പര്യമുള്ളവൻ തന്നെ. ഈ റബ്ബ് ഇങ്ങോട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിലക്കുള്ള മരണം, റബ്ബിനെ കാണണം എന്നാഗ്രഹിക്കുന്ന മരണം, ആ മരണമാണ് മുത്തഖീങ്ങളുടെ മരണം. അത്തരം ആളുകളുടെ മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്തിന്റെ മലക്കുകളെ അയക്കുന്നു. അവര് കൊണ്ടുവന്ന പട്ടുകളും സുഗന്ധങ്ങളും ഒക്കെയായി അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് സന്തോഷത്തോടെ പിടിച്ചവരതിൽ പൊതിയുന്നു. ഈ മരണത്തിന്റെ സമയം നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുള്ള സമയമാണ്. ഓ സഹോദരന്മാരെ, അത് ഈമാനും തഖ്വയുമുള്ളവന്റെ മരണമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ മരിക്കുന്ന വ്യക്തിയുടെ സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ തൃപ്തി നിനക്കുണ്ട്, നിനക്ക് ധാരാളം കറാമത്തുകളുണ്ട്. മരിക്കുന്ന സമയത്ത് മുത്തഖിയായ മനുഷ്യന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു. മരിച്ചാൽ കറാമത്ത് ഇല്ലെന്നല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, മരിക്കുന്ന സമയത്ത് മലക്കുകൾ എത്തുന്നു. ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വ കറാമത്തിഹി.
അള്ളാഹുവിന്റെ തൃപ്തി നിനക്കുണ്ട്, അള്ളാഹു നിനക്ക് കറാമത്ത് നൽകുന്നുണ്ട്, ആദരവ് നൽകുന്നുണ്ട്. ആ സന്തോഷം മരിക്കുന്ന മനുഷ്യനോട് പറയപ്പെടുന്നു. ആ മനുഷ്യൻ സന്തോഷത്തിലാണ്. അതേ, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്തോഷം കേട്ടുകൊണ്ട് അവൻ പുഞ്ചിരിക്കുകയാണ്. ഈ താഴ്ന്ന ദുന്യാവിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, തലവേദനയുടെയും ഊരവേദനയുടെയും വയറ്റിൽ വേദനയുടെയും വയറിളക്കത്തിന്റെയും ഛർദിയുടെയും കുരുവിന്റെയും അതേ ചലത്തിന്റെയും ചോരയുടെയും അതേ കഫത്തിന്റെയും ജലദോഷത്തിന്റെയും കൂർക്കത്തിന്റെയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം അനുഭവിക്കുന്ന ഈ താഴ്ന്ന ലോകം, ഈ ലോകത്ത് നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മുഅ്മിനും മുത്തഖിയുമായ മനുഷ്യൻ അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. അവരാണ് മരണത്തെ സ്വാഗതം ചെയ്യാൻ കാത്തുനിന്നവർ. അവരാണ് മരണത്തിങ്ങോട്ട് വന്നാൽ ഒരു വിരോധവുമില്ലെന്ന് ചിന്തിച്ചവർ. മർഹബാ മർഹബാ ജാഅൽ ഹബീബു ജാഅൽ ഹബീബു ജാഅൽ ഹബീബ്. എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു, എന്റെ പ്രിയപ്പെട്ട മരണം വന്നു എന്ന് വിളിച്ചു പറഞ്ഞവരില്ലേ? കാരണം അവർ മരണവും കാത്തിരിക്കുകയാണ്. അവരിവിടെ ജീവിക്കുന്നത് യജമാനനായ റബ്ബിന് ഡ്യൂട്ടി എടുക്കാനുള്ള ടൈം കൂടുതൽ കിട്ടാൻ, റബ്ബിനൊരു സുജൂദ് വർദ്ധിപ്പിക്കാൻ, റബ്ബിനൊരു തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ ഒരു അൽഹംദുലില്ലാ കൂടുതൽ ചൊല്ലാൻ, ഒരു 10 സലാത്ത് കൂടുതൽ ചൊല്ലാൻ, ഒരു 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ, ഒരു സുന്നത്ത് നോമ്പ് കൂടി ചെയ്യാൻ, അതിനു വേണ്ടി ഇവിടെ ജീവിക്കുന്നവർ ആഗ്രഹിച്ചു. നേരെ മറിച്ച് ഈ ജീവിതത്തെ ആശിച്ചിട്ടല്ല, അവരെ മനസ്സിലെ ചിന്ത പാരത്രിക ലോകം തന്നെ, അതിനു വേണ്ടിയുള്ള ഒരുക്കം തന്നെ. ആ ഒരുക്കത്തിനിടയിൽ മലക്കിങ് വന്നപ്പോൾ ജാഅൽ ഹബീബ് ജാഅൽ ഹബീബ്, പ്രിയപ്പെട്ട മരണം വന്നു, മർഹബാ എന്ന് പറഞ്ഞ് സ്വീകരണം നൽകി. ആ മരണം സംഭവിക്കാൻ വേണ്ടി ഒരുങ്ങണം സഹോദരന്മാരെ. ആ ഒരുക്കമാണ് വാസ്തവത്തിൽ മനുഷ്യന്റെ വിജയം. അതിനാദ്യം എന്ത് വേണം? ആദ്യം ഈ താഴ്ന്ന ദുനിയാവിനെ ഖൽബിൽ നിന്ന് തലാഖ് ചൊല്ലണം. ഈ താഴ്ന്ന ദുനിയാവിനെ പൂജിക്കുന്ന മനസ്സ് വലിച്ചെറിയണം. ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പണത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള മഹത്വത്തിന് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് പാരത്രിക ലോകത്തിനാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെയും എടുത്തിങ്ങനെ പോകുന്നു, മുല കുടിക്കുന്ന കുട്ടി. ആ കുട്ടി മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ഒരു വലിയ കുതിരപ്പുറത്തൊരു വലിയ നേതാവ് വന്നിറങ്ങി. ആളുകളൊക്കെ ആ നേതാവിനെ ബഹുമാനിക്കുന്നു, എല്ലാവരും സ്വീകരണം നൽകുന്നു. ഈ മുല കൊടുക്കുന്ന ഉമ്മ, മുല കുടിക്കുന്ന കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിയോടുള്ള സ്നേഹവാത്സല്യത്താൽ ഈ ഉമ്മ അങ്ങ് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ മകനെ ഈ ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഈ നേതാവിനെ പോലെ നീയൊന്ന് ആക്കിത്തരണം അല്ലാ. മകന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഉമ്മ ഈ പ്രാർത്ഥന നടത്തിയപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, മുല കുടിക്കുന്ന കുട്ടി മുലയങ്ങ് വിട്ടുകളഞ്ഞു. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനീ മിസ്ല, അല്ലാഹുവേ എന്നെ നീ അവനെ പോലെ ആക്കല്ല അല്ലാ. ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവിനെ പോലെ എന്റെ മകൻ പുരോഗമിച്ചാകണമെന്ന് ആശിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഉമ്മക്കെതിരെ
കുട്ടിയുടെ ദുആ എന്നെ അവനെ പോലെ ആക്കല്ല അല്ലാഹ്. സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി സംസാരിക്കുന്നു, അത് തന്നെയും കുട്ടിക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്നു. ഉമ്മ അത്ഭുതത്തോടെ ആ ഉമ്മ പിന്നെയും കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോ കുറെ ആളുകൾ കൂടി ഒരു സ്ത്രീയെ കല്ലെറിയുന്നു, ഒരു സ്ത്രീയെ ചീത്ത പറയുന്നു, ആ സ്ത്രീയെ കുറ്റം പറയുന്നു. ചിലര് പറയുന്ന സറക്തി നീ കട്ടിട്ടുണ്ട്, ചിലര് പറയുന്ന സനൈറ്റ് നീ വ്യഭിചരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ പേരിൽ ആരോപണത്തിന്റെ മേൽ ആരോപണം തന്നെ. എല്ലാവരും പെണ്ണിനെ ശകാരിക്കുന്നു. ഈ ഉമ്മക്ക് വേദന തോന്നി. ഈ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അലിബ്നി മിസ്ലാം. അല്ലാഹുവേ, എന്റെ മകനെ ഒരിക്കലും ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, ജനങ്ങൾ നിസ്സാരപ്പെടുത്തുന്ന ഈ സ്ത്രീയെ പോലെ നീ ആക്കല്ലേ അല്ലാഹ്. മുല കുടിക്കുന്ന കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി മുല വിട്ടുകളഞ്ഞു. പടച്ച റബ്ബിനോട് ഉറക്കെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനീ മിസ്ലഹാ. അല്ലാഹുവേ, ആ സ്ത്രീയെ പോലെ എന്നെ ആക്കിത്തരണേ അല്ലാഹ്. ഉമ്മ ചോദിക്കുന്ന എന്ത് അത്ഭുതമാണ് കുട്ടി, സംസാരത്തിന് പ്രായമെത്താത്ത നീ സ്ഫുടമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ആദ്യം നീ ഒരു നേതാവാകണമെന്ന് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിച്ചപ്പോ നീ അത് വേണ്ടെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന, അവമതിക്കപ്പെടുന്ന ഒരാളാകരുതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ പെണ്ണിനെ ജനങ്ങൾ ശകാരിക്കുന്നത് കണ്ടപ്പോ അതുപോലെ എന്റെ മകനായി പോകരുതെന്ന നിലക്ക് വാത്സല്യപൂർവ്വം പ്രാർത്ഥിക്കുമ്പോ നീ അതിനെതിരെയും പ്രാർത്ഥിച്ചല്ലോ മോനെ. അല്ലാഹു ആ കുട്ടിക്ക് വീണ്ടും സംസാരത്തിന് ശക്തി നൽകുന്നു. ആ മുല കുടിക്കുന്ന കുട്ടിയുടെ മറുപടി, ഉമ്മ, ആദ്യം നിങ്ങൾ ഒരു വലിയ നേതാവിനെ കണ്ടപ്പോ, ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ളവനെ കണ്ടപ്പോ അതുപോലെ എന്നെ ആക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ മനുഷ്യൻ കിബറനാണ് ഉമ്മ, മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരിയാണ് ഉമ്മ. ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുള്ളവനാണ്, പടച്ചവന്റെ അടുക്കൽ അവനൊന്നുമല്ല. അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. റബ്ബിന്റെ അടുക്കൽ അവൻ പരാജിതൻ തന്നെ. അതേ സമയത്ത് നിങ്ങൾ ജനങ്ങളൊക്കെ കുറ്റം പറയുന്ന പെണ്ണിനെ കണ്ടില്ലേ? വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. ഇങ്ങനെ ജനങ്ങളൊക്കെ അവളെ കുറ്റം പറയുമ്പോ വാസ്തവത്തിൽ അവൾ കട്ടിട്ടില്ല, വാസ്തവത്തിൽ വ്യഭിചരിച്ചിട്ടില്ല, വാസ്തവത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ വെറുതെ ആരോപണം പറഞ്ഞുണ്ടാക്കുകയാണ്. വതഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. എനിക്കല്ല മതി, എനിക്കല്ല മതി, എനിക്കല്ല മതി. എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവുണ്ടല്ലോ, ആ പെണ്ണ് തവക്കുലിലാണ് ഉമ്മ. അല്ലാഹുവിങ്കിൽ ഹുബ്ബുള്ള പെണ്ണാണ് ഉമ്മ. ഈ ചെറിയ കുട്ടി മറുപടി പറയുന്ന ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹദീസിൽ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ഔലിയാക്കളെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർക്ക് മറ്റവന്റെ മനസ്സിലെ കിബിർ അറിയാൻ കഴിയും, മറ്റവന്റെ മനസ്സിലെ അസൂയ അറിയാൻ കഴിയും. അങ്ങനെ ഔലിയാക്കളെ കൂട്ടത്തിൽ മനസ്സ് വായിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഔലിയാക്കളെ കൂട്ടത്തിൽ തന്നെ ബാവാമൂതുകിന് കുതുബായി വന്നോവർ. വയസ്സ് വേണമെന്നില്ല, പ്രസവിക്കപ്പെടുമ്പോ തന്നെ കുതുബായവരുണ്ട്. ഈ കുട്ടി അതിൽപ്പെട്ടതാണ് കേട്ടോ. മുല കുടിക്കുന്ന സമയത്ത് തന്നെ മുതലാളിയുടെ മനസ്സിലെ കിബിർ നോക്കി പറയാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നു. ബാവാമൂതുകിന് കുതുബായി വന്നോവർ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. ആ നിലക്കുള്ളൊരു കുട്ടിയാണിത്. അതിന്റെ പുറമെ തെറ്റ് ചെയ്യാത്ത ആള്, തെറ്റ് ചെയ്യാത്ത നിരപരാധിയാണെന്ന് ഈ കുട്ടിക്ക് പറയാൻ കഴിയുന്നു. ആ
പാവപ്പെട്ട പെണ്ണിന് അല്ലാഹുവിങ്കലുള്ള സ്ഥാനം ഈ കുട്ടി അറിയുന്നു. അങ്ങനെ സ്ഥാനങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാർക്ക്, കൊടുക്കേണ്ടതാർക്ക്, അത്തരം കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാൻ കഴിയുന്ന മഹാന്മാരുണ്ട്. എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ, അങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാര്യം പറയുന്നവരുണ്ട്. അതുപോലുള്ള വലിയ കറാമത്തുള്ള കുട്ടിയാണിത്. ഇരിക്കട്ടെ, ഞാൻ ആ ഹദീസ് പറഞ്ഞ നീണ്ട ഹദീസാണത്, അതിന്റെ ഒരു ഭാഗമാണ് ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാനത് സൂചിപ്പിച്ചത് എന്തിനാണ്? ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനം മഹാന്മാര് ചിന്തിക്കുന്നില്ല. അവര് ഈ ലോകത്തെ അവരെ മനസ്സുകൊണ്ട് അവര് തലാഖ് ചൊല്ലി. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഭൗതികമായ ലോകത്തുള്ള ഫിത്നകളിൽ പെട്ട് എന്റെ ഈമാൻ നശിച്ചുകൂടാ, എന്റെ അമല് നശിച്ചുകൂടാ. ഇതൊരു വിദേശ രാജ്യത്തുകൂടെയുള്ള യാത്ര മാത്രമാണ്. എനിക്ക് എന്നെന്നും നിൽക്കേണ്ട ലോകത്തെ ജീവിച്ച് ഞാൻ മരിച്ചു പോകുമ്പോൾ ഈമാനോടെ മരിക്കണം, തെക്കുവയോടെ യാത്ര ചെയ്യണം. അതിന്റെ മുന്നിൽ സ്ഥാനമാനം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല, എന്റെ കൂട്ടാളികളുടെ അഭിപ്രായം പ്രശ്നമല്ല, എന്റെ പാരത്രിക ലോകം വിജയിക്കലാണ് പ്രശ്നം. ഈ ചിന്തയിൽ ജീവിച്ചവരാണ് മരണത്തിന്റെ സമയത്ത് ജഅൽ ഹബീബ്, ജഅൽ ഹബീബ്, പ്രിയപ്പെട്ട മരണം വന്നുപോയി, സ്വാഗതം തന്നെ. മരണത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടാകണം. ആ ബോധം ഹൃദയത്തിൽ രൂഢമൂലമായാൽ സുബ്ഹിന്റെ സമയത്ത് പിന്നെ കിടന്നുറങ്ങൽ എങ്ങനെ? അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ എങ്ങനെ? ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കേടോ, നീ ഇശാ നിസ്കരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കരുതണം, ഞാൻ സുബ്ഹി നിസ്കരിക്കാനുണ്ടായിക്കൊള്ളണം എന്നില്ല. ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങിയ എന്റെ സ്നേഹിതന്മാർ, ചെറുപ്പക്കാർ മരിച്ചുപോയവരുടെ പേരെത്രയോ പറയാൻ എനിക്ക് കഴിയും. കടവത്തൂരിലെ മഹ്മൂദ്, 28 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, രാത്രിയിൽ ദുബായിൽ റൂമിൽ കിടന്നുറങ്ങി. നേരം വെളുത്തു നോക്കുമ്പോൾ മഹ്മൂദ് മരിച്ചിരിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. സഹോദരന്മാരെ, എനിക്ക് ഒരിക്കൽ ഇങ്ങനെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സന്തോഷത്തിൽ പിരിയുമ്പോൾ ഓർമ്മക്ക് ഞാനൊരു പെണ്ണ് തരട്ടെ ഉസ്താദേ എന്ന് പറഞ്ഞ് കീശയിൽ ഒരു പെണ്ണ് തന്നു. കാഞ്ഞങ്ങാട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം എറണാകുളത്തൊരു വണ്ടിയെടുക്കാൻ പോയി. അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹവും മറ്റൊരാളും താമസിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കാതിരിക്കാൻ വിവാഹമുണ്ടോ? ഇശാ നിസ്കാരം ഈ പാവപ്പെട്ടവൻ ഇന്ന് നടത്തി. സുബ്ഹി നിസ്കരിക്കാൻ ഞാനുണ്ടാകും എന്നതിനെ കുറിച്ച് എനിക്ക് ഗ്യാരണ്ടി ഇല്ല, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ല. ഇനി ഞാൻ പറയട്ടെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തകന്മാർ പലരും യാത്ര ചെയ്തു. ആ യാത്രക്കിടയിൽ ളുഹറിന് മുമ്പ് ആക്സിഡന്റായി മരണപ്പെട്ടുപോയി. ഞാൻ ഓർക്കുന്നു, ഈ പരപ്പനങ്ങാടിയിൽ കുറെ ആളുകൾ വാഹനാപകടത്തിൽ അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ കുടുംബങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, അതേ സുബ്ഹി നിസ്കരിച്ചു പോയവർ ളുഹറിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരെത്ര? ളുഹർ നിസ്കരിച്ച് അസറിന് മുമ്പ് മരിക്കുന്നവരെത്ര?
അസർ നിസ്കരിച്ച് മഗ്രിബിന് മുമ്പ് മരിക്കുന്നവരെത്ര, മഗ്രിബ് നിസ്കരിച്ച് ഇശാഇന് മുമ്പ് മരിക്കുന്നവരെത്ര. അതാ ഇമാം ഗസാലി റഹിമഹുള്ള പറഞ്ഞു, മോനെ നീ റബ്ബുമായുള്ള സംഭാഷണത്തിന് നിസ്കാരത്തിന് നിൽക്കുമ്പോ, ഓരോ നിസ്കാരത്തിനും നിൽക്കുമ്പോ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയില്ല. ഇത് അള്ളാഹുമായുള്ള എന്റെ അവസാനത്തെ സംഭാഷണം. ഇനി റബ്ബ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാക്കപ്പെടുന്ന രംഗമാകാം അടുത്തത്. ഇപ്പോൾ എന്റെ രാജാവിനോട് ഞാൻ സംഭാഷണം നടത്തുകയാണ്, എന്റെ രാജാവിനോട് ഞാൻ ഹിദായത്ത് ചോദിക്കുകയാണ്, എന്റെ രാജാവിനോട് ഞാൻ സഹായം തേടുകയാണ്, എന്റെ രാജാവിന് ഞാൻ എന്റെ നെറ്റി വെച്ച് സുജൂദ് ചെയ്യുകയാണ്, എന്റെ രാജാവിന് ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്. ഈ രാജാവിന്റെ മുന്നിൽ ഇനിയൊന്ന് നിൽക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ ചിന്തയിൽ നീ സുബഹി നിസ്കരിക്കൂ, ഈ ചിന്തയിൽ നീ ളുഹ്ർ നിസ്കരിക്കൂ, ഈ ചിന്തയിൽ നീ ഓരോ പ്രവൃത്തിയും ചെയ്യൂ. കാരണം യാത്രയുടെ സമയം അറിഞ്ഞിട്ടില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉപദേശം എന്റെ സഹോദരന്മാരെ നിങ്ങളെ മനസ്സിന് ഞാൻ ഇട്ടു തരട്ടെ. അല്ലാഹുവേ, ഇമാം ഗസാലിയെ പോലുള്ള വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞു പോയി. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിൽ ഈമാനിനെ എത്തിത്തരണം റഹ്മാനേ. തഖ്വയെ വർദ്ധിപ്പിക്കണം റഹ്മാനേ. നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾക്ക് എല്ലാ രംഗത്തും നീ സഹായം നൽകണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ആ മരണമെന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. പാരത്രിക ലോകത്തേക്കുള്ള കവാടമാണ് മരണം. മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളുടെ മരണമാണെങ്കിൽ സജ്ജദ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. ആ സ്വീകരിക്കുന്ന രംഗമൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. റൂഹിങ് പിടിക്കുമ്പോ ഒരു പ്രയാസവുമില്ലാതെ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. സ്വർഗത്തിൽ കൊണ്ടുവന്ന പട്ടിൽ മലക്കുകൾ പൊതിയുന്നു. ആ റൂഹിന് വല്ലാത്ത സുഗന്ധമാണ്. ഓരോ മലക്കുകളും ആ റൂഹിന് സ്വീകരണം കൊടുക്കാൻ ആശിക്കുന്നു, ആവശ്യപ്പെടുന്നു. എന്നെന്റെ കയ്യിൽ തരണം, ഒന്നെന്റെ കയ്യിൽ തരണം. എല്ലാവർക്കും ഈ റൂഹിനോട് താല്പര്യം തന്നെ. ഈമാനോടെ മരിച്ചവന്റെ റൂഹിന് മലക്കുകൾ ആവശ്യപ്പെടുന്നു. ആ റൂഹിനെ മേൽപോട്ടേക്ക് ഉയർത്തപ്പെടുന്നു. മേൽഭാഗത്തുള്ള മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഇതെന്തൊരു സുഗന്ധമാണ്, ഇതെന്തൊരു നല്ല വാസനയാണ്. ഈ പരിമളമുള്ള റൂഹ് എന്റെ സമീപത്ത് കൂടെ കൊണ്ടുപോകണമെന്ന് ഓരോ മലക്കുകളും മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന് സ്വീകരണം കൊടുക്കാൻ താല്പര്യപൂർവം ആവശ്യപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റബ്ബേ, അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ മരണം നീ സന്തോഷത്തിന്റെ മരണമാക്കണേ റഹ്മാനേ. സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം, മനസ്സ് വളരെ ക്ലിയർ ആക്കണം. എങ്കിലേ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കൂ. ഞാനൊരു ചെറിയ ചരിത്രം ഇപ്പോൾ ബറക്കത്തിന് പറഞ്ഞ് ബാക്കി ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ നാളെ മഗ്രിബിന് നമുക്ക് സംസാരിക്കാം. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് പിരിയണം. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. സഹോദരന്മാരെ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവരുടെ ഒരു ശിഷ്യൻ. ആ ശിഷ്യന് മരണം ഹാജരായി. മരണമാസന്നമായ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് ആ ശിഷ്യന്റെ ശരീരത്തിനടുക്കൽ പോയി ഖുർആനോദാൻ, യാസീനോദാനും ചൊല്ലിക്കൊടുക്കാനും സമീപത്തേക്ക് പോയി. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചെന്നു. സ്വന്തം ശിഷ്യൻ മരണം ആസന്നമായപ്പോ, മരണം ആസന്നമായവരെ ഖിബിലയിലേക്ക് ചരിച്ചു കിടക്കൽ സുന്നത്തുണ്ട്. സാധിക്കുകയില്ലെങ്കിൽ മുഖം അല്പം തലയണി പോലുള്ള വസ്തു വെച്ച് മുഖം അല്പം പൊക്കി കാലും രണ്ടും മുഖവും നേരെ ഖിബിലയിലേക്ക് തിരിയുന്ന നിലക്ക് മലർത്തി കിടത്തൽ പുണ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ മരണം ആസന്നമായവരുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് സുന്നത്താണ്.
പല്ലു തേക്കുക എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് വലിയ ബ്രഷ് കൊണ്ടുപോയി ഉരസണ്ട. ഒരു ചെറിയ തുണി നിങ്ങളെ കയ്യിന്റെ വിരലിന് ചുറ്റിയിട്ട് ആ കയ്യിന്റെ വിരൽ കൊണ്ടൊന്ന് തേച്ചാലും മതി. അത് മരണമാസന്നമായവർക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. മരണം ആസന്നമായവരുടെ സമീപത്ത് യാസീൻ ഓതുന്നത് നല്ലതാണ്. ഇഖ്റഉ അലാ മൗതാകും യാസീൻ. മരിക്കുന്നവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ പേരിലും യാസീൻ ഓതൽ നല്ലതാണ്. മരണം ആസന്നമായവരുടെ പേരിലും യാസീൻ ഓതൽ നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് രണ്ടും പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലുള്ള ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, ഈ അടുത്ത് മഞ്ചേശ്വരത്ത് വെച്ച് മുജാഹിദുകളുമായി സംവാദം നടന്നപ്പോ ആ സംവാദത്തിൽ ഞാൻ ചോദിച്ചു, അല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിലും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലും ഞങ്ങൾ ദാനം ചെയ്യുമ്പോ അങ്ങനെ ദാനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആട്ടിനെയും കുട്ടനെയും ഒക്കെ ബിസ്മി ചൊല്ലി അറുത്തിട്ട് ആ മാംസം വിതരണം ചെയ്യുമ്പോ അത് ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ, തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ. ചോദിക്കട്ടെ, നിങ്ങൾ മുജാഹിദുകൾ മരിച്ചവരുടെ പേരിൽ ഇബാദത്തെടുക്കുന്നില്ലേ? നിസ്കാരം ഇബാദത്തല്ലേ? മയ്യിത്ത് നിസ്കാരം ഇബാദത്തല്ലേ? അത് മരിച്ചവരുടെ പേരിൽ നിങ്ങൾ എടുക്കുന്നില്ലേ? മരിച്ചവരുടെ പേരിൽ മുജാഹിദ് മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ? നിസ്കാരം ഇബാദത്തല്ലേ? മരിച്ചവരുടെ പേരിൽ ഇബാദത്ത് എടുക്കാൻ പാടുണ്ടോ? മരിച്ചവരുടെ പേരിൽ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ? മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ മയ്യിത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ ഒന്നാമത്തെ പരിപാടി ഒരു ദിക്റാണ്. അല്ലാഹു അക്ബർ. ഈ മയ്യിത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിസ്കാരം എന്താണ്? ഈ തക്ബീർ മുതൽക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് വരെയുള്ള മുഴുവൻ കാര്യത്തിന്റെയും പേരല്ലേ മയ്യിത്ത് നിസ്കാരം? അപ്പൊ ഞാൻ ഈ മയ്യിത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തക്ബീർ മുതൽക്ക് സലാം വരെയുള്ള മുഴുവൻ വിഷയവും ഞാൻ ചെയ്യുന്ന മയ്യിത്തിന്റെ പേരിലാണ്. ഇത് പരിപാടി എന്താണ്? സലാത്ത്. ഈ സലാത്തിൽ നിന്ന് ആരെ പേരില്ല? മയ്യിത്തിന്റെ പേരിൽ. അടുത്ത പരിപാടി എന്താണ്? അല്ലാഹു അക്ബർ ദിക്ർ. ഈ ദിക്ർ ആരെ പേരില്ല? മയ്യിത്തിന്റെ പേരിൽ. അടുത്ത പരിപാടി എന്താണ്? മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ. ഈ ദുആ ആരെ പേരില്ല? മയ്യിത്തിന്റെ പേരിൽ. അടുത്ത പരിപാടി എന്താണ്? അല്ലാഹു അക്ബർ ദിക്ർ. അതാരെ പേരില്ല? മയ്യിത്തിന്റെ പേരിൽ. അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി സലാം ചൊല്ലല്. ആ സലാം ചൊല്ലുന്ന ആരെ പേരിലാണ്? മയ്യിത്തിന്റെ പേരിൽ. ആകയാൽ തക്ബീർ മുതൽ സലാം വീട്ടിൽ വരെയുള്ള മുഴുവൻ വിഷയത്തിന്റെ പേരാ മയ്യിത്ത് നിസ്കാരം. അതാരെ പേരിലാണ്? മരിച്ചാളെ പേരിൽ. മരിച്ചാളെ പേരിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മുജാഹിദ് പറയുകയും ചെയ്യാ, എന്റെ മരിച്ചാളെ പേരിൽ നിസ്കരിക്കുകയും ചെയ്യാ. എന്താണ്, ഏത് ആശുപത്രിയിലാണ് ഇവർ ചികിത്സിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മരിച്ചാളെ പേരിലൊന്നും ചെയ്യാൻ പാടില്ല എന്നറിയാം. എന്റെ മരിച്ചാളെ പേരിൽ അല്ലാഹു നിൽക്കുന്നില്ല, മരിച്ചാളെ പേരിൽ ഫാത്തിഹ ഓതുക, മരിച്ചാളെ പേരിൽ സ്വലാത്ത് ഇല്ല, മരിച്ചാളെ പേരിൽ ദുആ ഇറക്കുക, മരിച്ചാളെ പേരിൽ സലാം ചൊല്ലുക. ഇതിനെക്കാൾ വലിയ ഇബാദത്ത് വേറെ എന്താണ്? അപ്പൊ മരിച്ചാളെ പേരിൽ ഇബാദത്ത് എടുത്തില്ലെങ്കിൽ ഇബാദത്ത് എടുക്കുന്നത് അല്ലാഹ്ക്കാണ്. പക്ഷേ ആരെ പേരില്ല? മരിച്ചാളെ പേരിൽ. മരിച്ചാളെ പേരിൽ. ഏതുപോലെ കഅബ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്ന കഅബക്കല്ല, അല്ലാഹ്ക്കാ തവാഫ്. പക്ഷേ കഅബത്തെയാണ് തവാഫ് ചെയ്യുന്നത്, ചുറ്റുന്നത് കഅബയാണ്. ഈ തവാഫ് സമർപ്പിക്കുന്നത് അല്ലാഹുവിനാണ്, അല്ലാതെ ഈ കല്ലിനല്ല. കഅബ തന്നെ കുറെ കല്ലുണ്ടാക്കിയ ഒരു ബിൽഡിംഗാ. ഈ കല്ലിനാണോ നമ്മളെ തവാഫ്? അല്ല, തവാഫ് സമർപ്പിക്കുന്നത് അല്ലാഹുവിനാണ്. പക്ഷേ അതിലൂടെ ബഹുമാനിക്കുന്നത് കഅബയാണ്. കഅബയെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവിന് അല്ലാഹുവിന് തവാഫ്. ഇതുപോലെ മയ്യിത്തിന്റെ പേരിൽ നിസ്കരിച്ചുകൊണ്ട് മയ്യിത്ത് നിസ്കാരം അല്ലാഹുവിന്റെ. മുസ്ലിമീങ്ങളെ എല്ലാ സംഗതിയും അല്ലാഹ്ക്കാ. അങ്ങനെയാ വജ്ഹത്തു പറഞ്ഞല്ലേ, ഇന്ന സലാത്തി എന്റെ നിസ്കാരം, വനുസുക്കി എന്റെ ഇബാദത്ത്, എന്റെ ഹജ്ജ്, എന്റെ അറവ്, എന്റെ എല്ലാ ഇബാദത്തും, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. എന്റെ വാദം അല്ലാഹുവിന്, ഈ സ്റ്റേജും അല്ലാഹുവിന്, ആ സ്ഥാപനവും അല്ലാഹുവിന്, നിങ്ങൾ നിൽക്കുന്നതും അല്ലാഹുവിനുമായ, കൊണ്ടതും അല്ലാഹുവിനുമായ, ഉണ്ടാകുമ്പോൾ ഓടിയതും അല്ലാഹുവിന്. എല്ലാം അല്ലാഹുവിനല്ലാതെ നമ്മളെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാം അല്ലാഹുവിന് തന്നെ. അതാണ് മുസ്ലിം. മുജാഹിദ് എന്നല്ലോ നേർച്ച അല്ലാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളല്ലോ അമ്മാമനാ. നേർച്ച അല്ലാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളല്ലോ അമ്മാമനാ, അല്ലെ ഭാര്യക്കാ.
അല്ല, മുസ്ലിം അല്ലത്, മുസ്ലിമിന്റെ ആശയമല്ലത്. മുസ്ലിമിന്റെ ആശയം എല്ലാം അല്ലാഹുവിന്, മയ്യിത്ത് ആർക്ക്? അല്ലാഹുവിന്. പക്ഷേ മയ്യിത്തിന്റെ പേരിൽ അപ്പൊ മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതണം, മയ്യിത്തിന്റെ പേരിൽ ദിക്ർ ചൊല്ലണം, മയ്യിത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, മയ്യിത്തിന്റെ പേരിൽ ദുആ നടക്കണം. അതൊക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം. മരണത്തെക്കുറിച്ച് ഓർമ്മ വേണം മുജാഹിദുകൾക്ക്. എന്തെങ്കിലും പറഞ്ഞ് നടന്നാ പോരാ, മരിക്കൂന്നുള്ള ഓർമ്മ വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഒടിവാസം പറയുന്നത്. ഈമാൻ ഉണ്ടെങ്കിൽ ഒടിവാസം പറയാൻ കഴിയില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, മരണം ആസന്നമായ ശിഷ്യന്റെ സമീപത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചെന്നിരുന്ന് യാസീൻ തുടങ്ങി. ആ സമയത്ത് മകൻ, ഈ ശിഷ്യൻ പറയുന്നു, വേണ്ട, യാസീന് വേണ്ട. ഫുളൈൽ ഇബ്നു ഇയാദ് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്താ പഠിച്ചവരെ ഖുർആൻ ഓതുന്നത് തടുക്കുന്നത് ഇവൻ. അപ്പൊ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഈ ശിഷ്യന്റെ മറുപടി, ലാ അഖൂലു ദാലിക വ ഇന്നി ബരീഉം മിൻഹു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് രാജിവെച്ചവനാണ്. കുഫറിന്റെ വാചകമാ പറയുന്നത്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ വാക്ക് കേട്ടപ്പോ വല്ലാത്ത ടെൻഷനായി പോയി. എന്റെ ഒരു ശിഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വലിയ വലിയ മഹാന്മാരെ ശിഷ്യന്മാര് ചിലര് പിഴച്ചു പോകൽ ഉണ്ട്. അത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശിഷ്യൻ മരണമാസന്നമാകുന്ന സമയത്ത് ഉസ്താദ് വന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ ഞാനത് പറയൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് രാജിവെച്ചവനാണ്. അത് കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടങ്ങിറങ്ങി. എന്റെ ഈ ശിഷ്യൻ ഇങ്ങനെയായിപ്പോയല്ലോ. വീട്ടിലേക്ക് മടങ്ങി 40 ദിവസത്തോളം റോട്ടിലിറങ്ങാൻ മടി തോന്നിപ്പോയി. ടെൻഷൻ തന്നെ. 40ഓളം ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം സ്വപ്നം കാണുന്നു ഈ ശിഷ്യനെ. സഹോദരന്മാരെ, മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ CD കേസറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങി കേട്ടു നോക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അതുപോലെ സിറാജുൽ ഹുദന്റെ ഓരോ കലണ്ടറും എല്ലാവരും വാങ്ങണം. ഇന്ന് ഞാൻ മഴയത്തായതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട വെച്ചിട്ടാണ്. ഇന്ന് വാങ്ങിയില്ലേ നാണെങ്കിലും വാങ്ങണം. ഇനി ഉണർത്താൻ മുമ്പ് വാങ്ങിയവർ വാങ്ങണ്ട, അല്ലാത്തവർ വാങ്ങണം. ഒരു പ്രചരണത്തിനാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു മടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം. ഈ ശിഷ്യനെ ചങ്ങലക്കിട്ട് വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന മലക്കുകൾ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എടാ നിനക്കെന്ത് പറ്റി? എന്റെ ശിഷ്യന്മാരിൽ പ്രഗൽഭനല്ലേ നീ, നിനക്കെന്ത് പറ്റി? ആ ശിഷ്യന്റെ മറുപടി, ഉസ്താദേ, എന്റെ അവസാനം ദുഷിച്ചുപോയി. എനിക്ക് 3 തകരാറുകൾ ഉണ്ടായിരുന്നു. ഒരു തകരാറ്, ഞാൻ അസൂയക്കാരനായിരുന്നു. ഒരാൾക്ക് അല്ലാഹു തആല വല്ല നിഅമത്തും ചെയ്യുമ്പോ, അല്ലാഹു ഒരാൾക്കൊരു അനുഗ്രഹം കൊടുക്കുമ്പോ അതിലെന്റെ മനസ്സിന് പ്രതിഷേധമാണ്. അയാളെന്താണ് അങ്ങനെ ഉയർന്നു പോകാൻ കാരണം? അയാൾക്കെന്താണ് എത്ര പണം ഉണ്ടാകാൻ കാരണം? അയാൾക്ക് എന്താ കച്ചവടം ഇങ്ങനെ പുരോഗമിക്കാൻ കാരണം? ഇങ്ങനെ വേറെ ഒരാൾക്ക് അല്ലാഹു കൊടുക്കുമ്പോ നമ്മളെ മനസ്സിൽ പ്രതിഷേധമുണ്ടാവുക, അതാണ് അസൂയ. കുറെ വള്ളങ്ങളുണ്ട്. ഒരു വള്ളം പോയി നോക്കുമ്പോ എപ്പോഴും നല്ലോണം മീൻ കിട്ടുന്നു. വേറെ നമ്മളെ വള്ളം ഇറക്കി നോക്കുമ്പോൾ മീൻ കിട്ടുന്നില്ല. പഠിച്ചവനോട് നമ്മൾ ചോദിക്കുകയല്ലാതെ അയാൾക്ക് കിട്ടുന്നതിൽ നമുക്ക് അസൂയ പാടില്ല. ഈ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന മോമിനീങ്ങൾ ഉണ്ടല്ലോ, അവരോടൊരു പ്രത്യേക സ്നേഹമുള്ളവരാണ് പണ്ഡിതന്മാർ.
അവരും അങ്ങനെ തന്നെ ആലിമീങ്ങളോട് പ്രത്യേകം സ്നേഹമുള്ളവരാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമും യാത്ര ചെയ്തപ്പോൾ അവരെ ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റിയവരാണല്ലോ കടൽ തൊഴിലാളികൾ. അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഫ്രീ ആയിട്ട് കയറ്റിയ കടൽ തൊഴിലാളികളെ സംബന്ധിച്ച് ഖദർ അലൈഹിസ്സലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. കടലിൽ ജോലി ചെയ്യുന്ന സാധുക്കളുടെ കപ്പലാണത്. അതൊരു രാജാവും പിടിച്ചെടുക്കരുത്. അതിനു വേണ്ടിയാണ് ഞാൻ അതിന് കേടുവരുത്തിയതെന്ന് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്. അപ്പൊ ആ കാലഘട്ടം മുതലേ കടലോര പ്രദേശത്ത് ജീവിക്കുന്ന കടൽ തൊഴിലാളികൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരും, ഔലിയാക്കൾ അമ്പിയാക്കൾ അവർക്ക് ഖൈറായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. ആ ബന്ധം ഇന്നും കടലോര പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു ജല്ല ജലാലുഹു ഏത് ജോലി എടുക്കുന്ന തൊഴിലാളികൾക്കും, ഏത് ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും അവന്റെ കാവലും നൽകുമാറാകട്ടെ. ഇപ്പൊ സഹോദരന്മാരെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരിക്കലും തന്നെ വേറെ ഒരാൾക്ക് അല്ലാഹു ചെയ്യുന്ന നിഅമത്തിൽ നമ്മുടെ മനസ്സിന് അസൂയ തോന്നിപ്പോകരുത്. ഒരു നല്ല കച്ചവടം, 2 തുണി കച്ചവടം ഒരു കച്ചവട പീടികയിൽ നല്ല ആള് വരുന്നു, മറ്റേ കച്ചവടക്കടയിൽ ആള് വരുന്നില്ല. ഓർന്നോളണം, നീ അല്ലാഹു നിശ്ചയിച്ചത് എനിക്ക് കിട്ടും. അതേ സമയത്ത് മറ്റേ ആളെ കടയിൽ വരുന്നതിന് നിനക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ എല്ലാ രംഗങ്ങളിലും ശ്രദ്ധിക്കണം. അസൂയ എന്ന രോഗം മനുഷ്യന്റെ ഈമാനിന് തന്നെ കേടുവന്നു പോകുന്ന രോഗമാണ്. ഇരിക്കട്ടെ, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നു, എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ അസൂയയായിരുന്നു ഉസ്താദേ. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞാൻ ഏഷണി പറയുന്നവനാണ്. ഏഷണി പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. ഉസ്താദ് പറയാത്ത ഞാൻ ശിഷ്യന്മാരോട് പറയും, നിങ്ങളെ കൊണ്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. ഉസ്താദിനോട് ഞാൻ വന്നിട്ട് ഉസ്താദിന്റെ ശിഷ്യന്മാര് പറയാത്തത് ഉസ്താദിനോട് വന്ന് പറയും, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് ഉസ്താദിനെയും മറ്റുള്ള ശിഷ്യന്മാരെയും ഒക്കെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നാൽ ഉസ്താദിന്റെ അടുക്കൽ എനിക്ക് സ്വന്തം ആളാകാമല്ലോ. അങ്ങനെ ഉസ്താദിന്റെ അടുക്കൽ എനിക്ക് സ്ഥാനം കൂടുതൽ കിട്ടാൻ വേണ്ടി മറ്റുള്ള ശിഷ്യന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതിൽ അസൂയയും, അതിന്റെ പുറമെ ഈ ഏഷണി പറഞ്ഞിട്ട് ഉസ്താദിനെയും മറ്റു ശിഷ്യന്മാരെയും അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മൂന്നാമതായി ഉസ്താദേ, എനിക്കൊരു രോഗമുണ്ടായിട്ട് പല ഡോക്ടർമാരെയും സമീപിച്ചു. ഒരു ഡോക്ടറിനോട് പറഞ്ഞു, രോഗം മാറാൻ ഒരു ചികിത്സയേ ഉള്ളൂ. അതെന്താണ്? ഒരു ദിവസം ഒരു കോപ്പ കള്ള് കുടിക്കണം. ഒരു ദിവസം ഒരു കോപ്പ കള്ള് കുടിക്കണം. ഞാൻ എന്റെ രോഗം മാറാൻ വേണ്ടി അങ്ങനെ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും ഒരു കോപ്പ കള്ള് കുടിച്ചു. ഈ 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയത് കൊണ്ട് ഉസ്താദേ, അവിടുന്ന് ഞാൻ പഠിച്ചത് ശരിയാണ്, ഇൽമുണ്ടായത് ശരിയാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞുപോയി. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരുമ്പോ ഞാനതിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, അതെനിക്ക് ചൊല്ലിത്തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞാൻ മരിച്ചുപോയി. സഹോദരന്മാരെ, മനുഷ്യന്റെ മനസ്സ് നന്നാക്കണം. അസൂയ പാടില്ല, ഏഷണി പാടില്ല, അഹങ്കാരം പാടില്ല. അതിന്റെ പുറമേ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് കൽപ്പിച്ചതെടുക്കണം, അല്ലാഹ് വിരോധിച്ചതൊഴിക്കണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബ് ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടി പരലോകത്തുള്ള ജീവിതത്തിലേക്ക് സന്തോഷത്തോടെയുള്ള യാത്ര കിട്ടാൻ വേണ്ടി പടച്ച റബ്ബിനോട് താണുകേട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ അല്ലാഹ്.